അടുത്തത് സയൻസ് ത്രൂ ദി പ്രിസം 2 എന്നുള്ള പേപ്പറിലെ നെക്സ്റ്റ് വർക്ക് എന്ന് പറയുന്നത് എ സൗണ്ട് ഓഫ് തണ്ടർ എന്നുള്ള വർക്കാണ്. അപ്പോൾ നമുക്ക് ആദ്യമേ റൈറ്ററിനെ കുറിച്ച് നോക്കാം. റേ ബ്രാഡ്ബറി എന്നാണ് എ സൗണ്ട് ഓഫ് തണ്ടർ എന്നുള്ള വർക്കിൻ്റെ റൈറ്റർ. അദ്ദേഹം ഒരു അമേരിക്കൻ റൈറ്ററാണ്. സയൻസ് ഫിക്ഷൻ, ഫാൻറ്റസി, ഡയസ്റ്റോപ്പിയൻ ഫിക്ഷൻ ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ എക്സ്പെർട്ടീസ് ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സ്പെർട്ട് ഏരിയാസ് എന്ന് പറയുന്നത്. ഫേമസ് വർക്ക്സ് എന്ന് പറയുന്നത് ഫാരൻഹീറ്റ് 451, അതുപോലെ തന്നെ നമുക്ക് പഠിക്കാനുള്ള സൗണ്ട് ഓഫ് തണ്ടർ ഉണ്ട്, ദ മാർഷ്യൻ ക്രോണിക്കിൾസ്, ഇതൊക്കെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വർക്ക്സിനകത്ത് വരുന്ന തീം എന്ന് പറയുന്നത് ടെക്നോളജി വരുന്നുണ്ട്, ഹ്യൂമൻ നേച്ചർ വരുന്നുണ്ട്, സയൻറ്റിഫിക് അഡ്വാൻസ്മെൻറ്റ്സിൻ്റെ കോൺസിക്വൻസസ് അല്ലെങ്കിൽ നെഗറ്റീവ് ഇമ്പാക്റ്റിനെ കുറിച്ചും അദ്ദേഹം പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് സയൻസ് ഫിക്ഷൻ റൈറ്ററാണ് ആരെന്ന് പറയുന്നത് നമ്മുടെ റേ ബ്രാഡ്ബറി എന്ന് പറയുന്നത്. സോ നമുക്ക് പാരഗ്രാഫ് അല്ലെങ്കിൽ പാരഗ്രാഫ് വൈസ് എക്സ്പ്ലനേഷൻ നോക്കാം. അപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് നല്ല ലെങ്തിയാണ്. നിങ്ങളുടെ ഒരു PDF ഉണ്ട് ഇതിനകത്ത്. ടെക്സ്റ്റിൻ്റെ ഒരു PDF എൻ്റെ കയ്യിൽ അവൈലബിൾ ആണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ PDF അല്ലെങ്കിൽ നോട്ടോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാൻ മടിക്കരുത്. അപ്പോൾ സ്റ്റോറി തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഒരു ഫ്യൂച്ചറിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു കമ്പനി ടൈം ട്രാവൽ ഓഫർ ചെയ്തിരിക്കുകയാണ് ഡൈനോസേഴ്സിനെ ഹണ്ട് ചെയ്യാൻ വേണ്ടി. അതായത് ഫ്യൂച്ചറിലോട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം ഒരു എന്താ പറയുക, ടൈം ട്രാവൽ ചെയ്യാൻ വേണ്ടി ഒരു കമ്പനി അതിൻ്റെ ഒഫീഷ്യൽസിന് അല്ലെങ്കിൽ കുറച്ച് ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന് ഡൈനോസേഴ്സിനെ ഹണ്ട് ചെയ്യാൻ വേണ്ടി ടൈം ട്രാവൽ ഓഫർ ചെയ്തിരിക്കുന്നു. അതിലെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് എക്കിൾസ് എന്നാണ്, ECKELS. അയാൾ ടൈം സഫാരി എന്നുള്ള കമ്പനിയിൽ ഇങ്ങനെ അറൈവ് ചെയ്യുന്നു. റൂൾസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാവസ് എന്നാണ് ഈ ഗൈഡിൻ്റെ പേര്. ടൈം ട്രാവൽ നടത്തുന്ന ഗൈഡിൻ്റെ പേര് ട്രാവസ് എന്നാണ്. അയാൾ എക്സ്പ്ലെയിൻ ചെയ്യുവാണ്, അയാൾ ഡെസിഗ്നേറ്റ് ചെയ്തിരിക്കുന്ന പാത്തിലൂടെ മാത്രമേ സ്റ്റെപ്പ് ചെയ്യാവൂ, അല്ലെങ്കിൽ ഹിസ്റ്ററി മൊത്തത്തിൽ ഡ്രാസ്റ്റിക്കലി ചേഞ്ച് ആവുമെന്ന് പറയുന്നു. അങ്ങനെ അവർ ട്രാവൽ ബാക്ക് ഇൻ ടൈം. അങ്ങനെ അവിടെ വെച്ചൊരു ഡൈനോസർ, അതായത് ടൈറനോസറസ് റെക്സ്, അതായത് T-റെക്സിനെ അവർ സ്പോട്ട് ചെയ്യുവാണ്. T-റെക്സ് എന്നുള്ള ഡൈനോസറിനെ അവർ സ്പോട്ട് ചെയ്യുന്നു. എക്കിൾസ് എന്താണ് ഇത് കണ്ട ഉടനെ വളരെയധികം പാനിക് ആവുന്നു. ആൻഡ് അദ്ദേഹം എന്താണ് അങ്ങോട്ട് ഇറങ്ങാൻ വേണ്ടി, അതായത് പിന്നെ T-റെക്സിനെ അപ്രോച്ച് ചെയ്യാൻ ഭയങ്കരമായിട്ട് പേടിയാവുന്നു. അപ്പോൾ ഈ ഗ്രൂപ്പ് എന്ത് ചെയ്യുകയാണ്, ഈ ഡൈനോസറിനെ കില്ല് ചെയ്യുവാണ്. ആൻഡ് എന്നിട്ട് അവർ പ്രസൻറ്റിലോട്ട് വരുന്നു. ഇനി ഇതിൻ്റെ കോൺസിക്വൻസ് ആണ് ഇനി പറയാൻ പോകുന്നത്. ചെറിയ ചെറിയ ചേഞ്ചസ് ഒക്കെ നോട്ടീസ്ഡ് ആവാൻ തുടങ്ങുന്നു, ഇൻക്ലൂഡിങ് ലാംഗ്വേജും എലക്ഷൻ്റെ ഔട്ട്കം വരെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ ഫൈനൽ ഷോക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ബട്ടർഫ്ലൈയുടെ മുകളിലോട്ട് സ്റ്റെപ്പ് ചെയ്തു, എക്കിൾസ് എന്ന് പറയുന്ന ക്യാരക്ടർ. അങ്ങനെ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ഉണ്ടാവുകയാണ്. അപ്പോൾ ഈ ട്രാവസ് എന്നുള്ള ഗൈഡ് എക്കിൾസിനെ എന്ത് ചെയ്യുകയാണ്, ഫ്യൂരിയസ് ആയിട്ട് കില്ല് ചെയ്യാണ്, അതായത് കൊല്ലുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് എൻ്റെ ഓവറോൾ സമ്മറി എന്ന് പറയുന്നത്. നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്കിൾസ് ഒരു ഹണ്ടിങ് എക്സ്പെഡിഷൻ കമ്പനി, അതായത് ടൈം സഫാരി എന്നുള്ള കമ്പനിയിൽ എൻ്റർ ചെയ്യുവാണ്. അവർ ഈ പ്രീ ഹിസ്റ്റോറിക് ആനിമൽസിനെ ഹണ്ട് ചെയ്യാൻ വേണ്ടി ടൈം ട്രാവൽ പോസിബിൾ ആക്കുന്നു. അപ്പോൾ ഈ കമ്പനി ഗ്യാരണ്ടി ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൈനോസേഴ്സിൻ്റെ പ്രസൻസ്, അതായത് ഡൈനോസേഴ്സിൻ്റെ പ്രസൻസ് മാത്രമാണ് ഇവർ കമ്പനി ഗ്യാരണ്ടി ചെയ്യുന്നത്, അല്ലാതെ വേറെ ഒന്നും ഇവർ ഗ്യാരണ്ടി കൊടുക്കുന്നില്ല. എക്കിൾസ് എന്താണ് വളരെ ഈഗറാണ്, പക്ഷേ നെർവസ് ആണ്. അങ്ങനെ ഒഫീഷ്യൽസിൻ്റെ അടുത്ത് കൺഫേം ചെയ്തിട്ട് സേഫായിട്ട് റിട്ടേൺ ചെയ്യാമെന്ന് പറയുന്നു. അങ്ങനെ ഇയാളുടെ ഗൈഡായ മിസ്റ്റർ ട്രാവസിനെ വിസിറ്റ് ചെയ്യുന്നു. അയാൾക്ക് സ്ട്രിക്റ്റ് റൂൾസാണുള്ളത്. അയാൾ ടൈം ട്രാവൽ പ്രോസസ്സിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു മിസ്റ്റർ ട്രാവസ്, അതായത് ടൈം മെഷീൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതും. അവർ ട്രാവൽ ബാക്ക് ഇൻ ടൈമാണ്, അവർക്ക് പാസ്റ്റിലോട്ടാണ് അവർ പോകേണ്ടതെന്നും ഒരു ഡൈനോസറിനെ മാത്രമേ അവർക്ക് കൊല്ലാനുള്ളൂ. ആൻഡ് വേറെ ഒരു കാര്യങ്ങളും ചെയ്യരുത്, വേറെ എന്ത് കാര്യം ചെയ്താലും ഹിസ്റ്ററി ഡിസ്റപ്റ്റഡ് ആവും, അതായത് പാസ്റ്റ് ഡിസ്റപ്റ്റഡ് ആവും എന്നുള്ളതാണ് പറയുന്നത്. അതായത് എന്തെങ്കിലും ഒരു കാര്യം പാസ്റ്റിൽ മാറിക്കഴിഞ്ഞാൽ അത് ഫ്യൂച്ചറിനെയും ബാധിക്കും. ഇനി അങ്ങനെ എന്താണ്, ഈ ഗ്രൂപ്പ് പ്രീ ഹിസ്റ്റോറിക് ടൈമിലെത്തുന്നു. ട്രാവസ് വോൺ ചെയ്യുവാണ്, അതായത് ഇയാൾ പറഞ്ഞ പാത്തിലൂടെ മാത്രമേ പോകാവൂ, അല്ലെങ്കിൽ ഹിസ്റ്ററി നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ ചേഞ്ച് ആയി പോവും. അങ്ങനെ ഒരു T-റെക്സ് അവിടെ അപ്പിയർ ആവുന്നു. വളരെ മാസീവ് ആയിട്ടുള്ള ഒരു ഹ്യൂജ് ആയിട്ടുള്ള T-റെക്സ് എന്നുള്ള ഡൈനോസർ അപ്പിയർ ചെയ്യുന്നു. അത് കണ്ടിട്ട് എക്കിൾസിന് പേടിയാവുന്നു, പാനിക് ആവുന്നു. പ്രീവിയസ് വാർണിംഗ് കൊടുത്തിട്ട് പോലും എന്താണ് അയാൾ ഈ ഡെസിഗ്നേറ്റഡ് പാത്തിൽ നിന്ന് വേറിട്ട് സഞ്ചരിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ എക്കിൾസിൻ്റെ ഫിയർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ സ്ട്രിക്റ്റ് റൂൾസ് വയലേറ്റ് ചെയ്തു. ഇയാൾ ടൈം മെഷീനിലോട്ട് തിരിച്ചോടി. ബാക്കി എല്ലാവരും ഹണ്ട് കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ ഡൈനോസറിനെ ബാക്കി എല്ലാവരും കൊന്നു. പക്ഷേ ഇയാൾ ബാക്ക് ഇൻ ദ പ്രസൻറ്റ് എന്താണ്, കുറച്ച് ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ചേഞ്ചസ് നോട്ടീസബിൾ ആവാൻ തുടങ്ങി. ലാംഗ്വേജ്
ഒക്കെ ചേഞ്ച് ആവാൻ തുടങ്ങി. ആൻഡ് എന്താണ്, പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ ഒരു ഡിഫറെൻറ്റ് പേഴ്സൺ വിൻ ചെയ്തു. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ബട്ടർഫ്ലൈ എഫക്റ്റ് എന്ന് പറയുന്നത്. ഒരു ചെറിയൊരു കാര്യത്തിനുണ്ടായ മാറ്റം വലിയൊരു ഇമ്പാക്റ്റിലാണ് നയിച്ചേക്കുന്നത്. അപ്പോൾ ഈ ഒരു ചേഞ്ച്, അതായത് എക്ലിപ്സ് ശരിക്കും പറഞ്ഞാൽ ഒരു ബട്ടർഫ്ലൈയെ ക്രഷ് ചെയ്തു. ഇയാൾ ഇറങ്ങി ഓടിയ സമയത്ത് ആ ഒരു സ്മോൾ ആക്ഷൻ ഹിസ്റ്ററിയിൽ തന്നെ ഡ്രാസ്റ്റിക് കോൺസിക്വൻസസിന് വഴിയൊരുക്കി. അപ്പോൾ ട്രാവസ് ശരിക്കും പറഞ്ഞാൽ ഇത് അറിഞ്ഞിട്ടാണ് ഇയാളെ എന്ത് ചെയ്യുന്നത്, കൊല്ലാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഈ സ്റ്റോറി എൻഡ് ചെയ്യുന്നത് ഒരു തണ്ടറിൻ്റെ സൗണ്ട് കൊണ്ടാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് എന്താ, ഈ ട്രാവസ് എക്കിൾസിനെ എക്സിക്യൂട്ട് ചെയ്തു എന്നുള്ള ഇതിലാണ് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് തീം എന്ന് പറയുന്നത് ദ ബട്ടർഫ്ലൈ എഫക്റ്റ് എന്നാണ്. ബട്ടർഫ്ലൈ എഫക്റ്റ് എന്ന് വെച്ചാൽ ചെറിയ ചെറിയ ആക്ഷൻസിന് വളരെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കോൺസിക്വൻസസ് കൊണ്ടുവരാൻ സാധിക്കും. അതാണ് ഇതിനകത്ത് പറയുന്നത്. അതാണ് ബട്ടർഫ്ലൈ എഫക്റ്റ്. ഇനി ഹ്യൂമൻ ബീയിങ്സിൻ്റെ അരഗൻസ് ആണ് ഇതിനകത്ത് കാണുന്നത്. എക്കിൾസ് ബിലീവ് ചെയ്ത് എന്താണ്, ഇയാൾക്ക് ഈ അഡ്വഞ്ചർ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്നാണ്. പക്ഷേ ഇതിൻ്റെ റിസ്ക് ഇയാൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. അങ്ങനെ വലിയൊരു ഡിസാസ്റ്ററിലോട്ട് പോയി. ഇനി ടൈം ട്രാവലിൻ്റെ എത്തിക്സ് ആണ് സ്റ്റോറി ക്വസ്റ്റ്യൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഹ്യൂമൻസ് ബീയിങ്സിന് ടൈമിനെയും നേച്ചറിനെയും മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ഒരു റൈറ്റ് ഉണ്ടോ എന്നുള്ളതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ, ഈ ഒരു ഷോർട്ട് സ്റ്റോറി ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. പിന്നെ ഫിയർ ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഇയാളുടെ ഫിയർ കാരണമാണ് ഇയാൾ റൂൾസ് ബ്രേക്ക് ചെയ്തിട്ട് ആവശ്യമില്ലാത്ത കോൺസിക്വൻസസ് കൊണ്ടുവരുത്തിയത്. പിന്നെ ഫേറ്റും ഫ്രീ വില്ലും. അതായത് സ്റ്റോറി ഡിബേറ്റ് ചെയ്യുന്നത് വെദർ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആണോ അതോ ഹ്യൂമൻ ബീയിങ്സിൻ്റെ ചോയ്സസ് അനുസരിച്ച് ഹിസ്റ്ററി നമുക്ക് മാറ്റാൻ പറ്റുമോ എന്നുള്ളതാണ്. പിന്നെ നമുക്കിതിനകത്ത് നോക്കാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. മെയിൻ ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ആക്ഷൻസിന് വളരെ ഹ്യൂജ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള കോൺസിക്വൻസസ് കൊണ്ടുവരാൻ സാധിക്കും. അതാണ് ബട്ടർഫ്ലൈ എഫക്റ്റ്. എക്കിൾസ് എന്നുള്ള ആളാണ് ഇതിനകത്ത് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ. അയാൾ ഹ്യൂമൻ അറഗൻസിനെയും കെയർലെസ്നെസ്സിനെയും കാണിക്കുന്നുണ്ട്. കാരണം അയാളുടെ ഒരു ചെറിയ മിസ്റ്റേക്കാണ് ഹിസ്റ്ററിയെ മൊത്തത്തിൽ മാറ്റിയത്. ഈ ബട്ടർഫ്ലൈ എന്തിനെയാണ് കാണിക്കുന്നത്, സിംബലൈസ് ചെയ്യുന്നത് ടൈമിൻ്റെ ആ ഒരു ഫ്രജലിറ്റിയാണ്. അതായത് വളരെ ഫ്രജൈലാണ് ടൈം എന്നാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ടൈനി ആക്ഷൻസിന് മാസീവായിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവരാൻ സാധിക്കുന്നു എന്നും ബട്ടർഫ്ലൈ കാണിക്കുന്നു. ഇനി സ്റ്റോറി എങ്ങനെ എൻഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്താണ്, പെർമനൻറ്റ് അതൊരു ട്രാജിക് ആയിട്ടുള്ളൊരു കൺക്ലൂഷനിലാണ് സ്റ്റോറി എൻഡ് ചെയ്യുന്നത്. എക്കിൾസിൻ്റെ മരണത്തോടുകൂടിയാണ് സ്റ്റോറി എൻഡ് ചെയ്യുന്നത്. ഇനി മെയിൻ കോൺഫ്ലിക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ മാൻ വേഴ്സ് നേച്ചറാണ് ഇതിനകത്ത് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. അതായത് ഈ എക്കിൾസ് എന്ന് പറഞ്ഞ ആളുടെ ആക്ഷനാണ് ഹിസ്റ്ററിയെ മൊത്തത്തിൽ ഡിസ്റപ്റ്റ് ചെയ്യുകയും ടൈം ട്രാവൽ, അതായത് മൊത്തത്തിൽ പാസ്റ്റിനെ മാറ്റുകയും ഫ്യൂച്ചറിനെ മാറ്റുകയും ചെയ്യുന്നത്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്, എക്കിൾസ് എന്തുകൊണ്ടാണ് ടീറെക്സിനെ അഫ്രൈഡ് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ആദ്യമേ എക്കിൾസ് വളരെ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു ക്യാരക്ടറായിരുന്നു. പിന്നീട് ഡൈനോസർ എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആണെന്ന് മനസ്സിലാക്കുകയും ഭയങ്കര ടെറിഫൈങ് ആണെന്ന് റിയൽ ആയിട്ട് കണ്ടപ്പോൾ മനസ്സിലായി. സോ അതുകൊണ്ടാണ് ഇയാൾ ടെറിഫൈഡ് ആവുന്നത്. പിന്നെ എക്കിൾസിൻ്റെ റൂള് ബ്രേക്ക് ചെയ്യുന്നതാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് മറന്നു പോകരുത്. പിന്നെ സൗണ്ട് ഓഫ് തണ്ടർ എന്നുള്ള ടൈറ്റിൽ എന്തിനാണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ട്രാവസ് ശരിക്കും പറഞ്ഞാൽ എക്കിൾസിനെ കൊല്ലുന്നത് ഗൺ ഷോട്ട് കൊണ്ടിട്ടാണ്, ആ ഹിസ്റ്ററി ചേഞ്ച് ആക്കിയെന്ന് പറഞ്ഞിട്ട്. സോ ആ ഗൺ ഷോട്ടിൻ്റെ സിമ്പിളാണ്, സൗണ്ടാണ് സൗണ്ട് ഓഫ് തണ്ടർ എന്നിവിടെ പറയുന്നത്. പിന്നെ ഇതെങ്ങനെ ഒരു സയൻസ് ഫിക്ഷൻ വർക്ക് ആവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ടൈം ട്രാവൽ ടെക്നോളജി യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു കമ്പനി കുറച്ച് ആളുകളെ പിന്നെ എന്താണ് ടൈം ട്രാവൽ നടത്താൻ വേണ്ടി വിളിക്കുകയാണ് അല്ലേ. സോ ആ ഒരു ടൈം ട്രാവലിനാണ് ഇതിനകത്ത് തീം വരുന്നത്. പിന്നെ രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ബട്ടർഫ്ലൈ എഫക്റ്റ്. ഈ ബട്ടർഫ്ലൈ എഫക്റ്റ് എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ ഒരു ചേഞ്ച് പാസ്റ്റിൽ എന്തെങ്കിലും ഒരു ചെറിയ ചേഞ്ച് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഫ്യൂച്ചറിൽ ഡ്രാസ്റ്റിക് ചേഞ്ചിനെ ആയിരിക്കും ബാധിക്കുന്നത്. സോ ഇത് ശരിക്കും പറഞ്ഞാൽ സയൻസ് ഫിക്ഷനിൽ കെയോസ് തിയറി എന്നുള്ള തിയറിക്കകത്ത് വരുന്ന ഒരു കോൺസെപ്റ്റാണ് ദ ബട്ടർഫ്ലൈ ഇഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു ബട്ടർഫ്ലൈയെ ചവിട്ടിയപ്പോൾ തന്നെ ഒരു സ്ഥലത്തെ ലാംഗ്വേജും പൊളിറ്റിക്സും സൊസൈറ്റിയും അടിമുടി മാറുകയാണ് ചെയ്യുന്നത്. പിന്നെ റിയാലിറ്റി ആൻഡ് പാരലൽ ടൈം ലൈൻസ്, അതായത് വെക്കിൾസ് റിട്ടേൺ ചെയ്തപ്പോൾ ഹിസ്റ്ററി ചേഞ്ചായി. അപ്പോൾ ഒരു ഓൾട്ടർനേറ്റ് വേർഷൻ ഓഫ് ദി പ്രസൻ്റ് ആണ് ഇപ്പോൾ അയാൾ കാണുന്നത്. അപ്പോൾ ടൈം ലൈൻസ് ഷിഫ്റ്റായി. അതെന്ന് വെച്ചാൽ സയൻസ് ഫിക്ഷൻ സ്റ്റോറീസിൽ എപ്പോഴും ഉള്ളതാണ്. പിന്നെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് സെറ്റിംഗ് ആണ് കാണിച്ചിരിക്കുന്നത്. അതായത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയാണ്. ടൈം മെഷീനൊക്കെ ഉണ്ടാക്കുന്ന ഒരു കൈൻഡ് ഓഫ് ടെക്നോളജിക്കൽ ഇറയിലാണല്ലോ എക്കിൾസ് താമസിക്കുന്നത് അല്ലെങ്കിൽ ജീവിക്കുന്നത്. സോ അത് ഒരു ഫ്യൂച്ചർ ടൈം പീരീഡിലാണ് അവർ താമസിക്കുന്നത്. അപ്പോൾ സയൻറ്റിഫിക് എബിലിറ്റീസ് ഭയങ്കര കൂടുതലായിട്ടുള്ള സ്ഥലം ഒരു ടൈം. പിന്നെ ഹ്യൂമൻ ഇൻ്റർഫിയറൻസ് ഇൻ നേച്ചറിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് എല്ലാ സ്കൈഫൈ സ്റ്റോറീസിനകത്ത് ഇങ്ങനെയാണ് പറയുന്നത്, ഹ്യൂമൻ ബീയിങ്സ് ഈ നാച്ചുറൽ ലോസിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമ്പോഴാണ് ഇതുപോലത്തുള്ള വലിയ കോൺസിക്വൻസസ് വരുന്നത്. അപ്പം ഒരു സയൻസ് ഫിക്ഷൻ ജോണറിൽ വരുന്നൊരു വർക്കാണ് ഈ സൗണ്ട് ഓഫ് തണ്ടർ എന്ന് പറയുന്നത്. മറ്റേ ഇത് പറഞ്ഞ പോലെ തന്നെ സയൻറ്റിഫിക് തിയറിയുടെ അടിസ്ഥാനത്തിലും സയൻസ് ഫിക്ഷൻ്റെ ആ ഇതിലും ബേസ് ചെയ്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്, ഈ ഒരു ഷോർട്ട് സ്റ്റോറി എന്ന് പറയുന്നത്. മാത്രമല്ല ഫിലോസഫിക്കൽ ക്വസ്റ്റ്യൻസും, അതായത് ഫേറ്റ്, റെസ്പോൺസിബിലിറ്റി, ഹ്യൂമൻ ബീയിങ്സിൻ്റെ ആക്ഷൻസിൻ്റെ ഒരു അൺപ്രഡിക്റ്റബിലിറ്റി അല്ലെങ്കിൽ സർപ്രൈസിങ് നേച്ചർ, ഇതിനെക്കുറിച്ചൊക്കെ ഇതിനകത്ത് സംസാരിക്കുന്നുണ്ട്.